വീണ്ടും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു ഗൈസ്. അപ്പൊ ഇന്ന് നമ്മള് ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, DECCയിലെ ദീസ് ആർ ന്യൂസ് ഫാൻസ്. എവിടെ പോയാലും ഈ ചെറുക്കന്റെ ഫാൻസ് ആണ് ഗൈസ്. അത്രയും വന്ന് ഒഴിഞ്ഞിട്ട് ഞാൻ മടുത്ത്. അപ്പൊ ഇനി നമ്മൾ പോകുന്നത്, ഈ സാധനത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല, ഇൻഫ്ലേറ്റഡ് ആ ജമ്പ് ചെയ്യുന്ന സാധനം എന്നാണ് ഞാൻ പറയുന്നത് എല്ലാവരോടും. എന്റെ പേര് എനിക്കറിയത്തില്ല, അറിയാവുന്ന ഒരു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്റെ മോനെ ലിറ്ററലി അങ്ങനെ പറയണം. കുട്ടികളെ വിട്, അവരെ നമ്മൾ മറന്നേക്ക്. നമ്മൾ ആ ഒരു 5-6 വയസ്സുള്ളപ്പോൾ നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, തോട്ട്, ഇങ്ങനെയുള്ള ഒരു സാധനം കാണുമ്പോൾ അങ്ങനെയായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇതിനകത്തോട്ട് കയറി ആർമാദിച്ചത്. ലിറ്ററലി അങ്ങനെ തന്നെ പറയാം. നമ്മൾ അതിനകത്തൊരു വെയിറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഏജോ അതൊന്നും ഒരു മാറ്ററേ അല്ല ഗൈസ്. അവിടെ പോയി കഴിയുമ്പോഴത്തേക്കും ലിറ്ററലി സ്പീക്കിംഗ് എനിക്ക് എൻജോയ് ചെയ്യാവുന്നതിൻ്റെ 101 അല്ല, ഒരു 1000% ഞാൻ അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അന്നത്തെ കാർഡിയോ പോലും എനിക്ക് ചെയ്യേണ്ടി വന്നില്ല. അടുത്ത ദിവസം നോക്കിയപ്പോൾ എൻ്റെ വെയിറ്റ് 1 കിലോ കുറേ വരെ ചെയ്തു. നിങ്ങൾക്ക് അറിയാവോ ഗൈസ്? നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ദ വേ വി എൻജോയ് ഇറ്റ്. ജസ്റ്റ് ഫർഗെറ്റ് യുവർ ഏജ്, ജസ്റ്റ് ഫർഗെറ്റ് ദാറ്റ് പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് യു. എല്ലാം അങ്ങ് മറന്നേര്. ഇത് ഞാനൊന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് സം പീപ്പിൾ വർ നോട്ട് ലൈക്ക്, സം കിഡ്സ് വർ നോട്ട് കംഫർട്ടബിൾ അവരുടെ ഫേസ് കാണിക്കാനായിട്ട്. സോ ഞാൻ അത് അവരുടെ ഒരു പ്രൈവസിയുടെ ഭാഗമായിട്ട് ഐ ജസ്റ്റ് പുട്ട് എ സ്മൈലി ഓവർ ദാറ്റ്. ഇപ്പൊ കണ്ടോണം, ഞങ്ങൾ 3 പേരും അവിടുന്ന് സ്ലൈഡ് ചെയ്ത് വരുന്നത് കണ്ടോ ഗൈസ്. ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് സോ ഗുഡ്. ഐ ജസ്റ്റ് റിയലി മിസ് ദാറ്റ് പ്ലേസ്. ഇപ്പൊ എന്നോട് തിരിച്ചു പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 101% അല്ലേ, 201% ഞാൻ പറയും എനിക്ക് പോകാൻ റെഡിയാണ്. ഇവിടെ ഉണ്ടല്ലോ ചേച്ചി ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി. എന്നിട്ടാണ് ആള് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ചെയ്ത കുറെ ഷോർട്സ് ഈ ഒരു ബിറ്റ്വീൻ നമ്മുടെ മിസ്സായി. എന്നാൽ പിന്നെ എന്താ ഗൈസ്, ഓൾമോസ്റ്റ് ഇത് ക്ലോസ് ചെയ്യാറായിരുന്നു കേട്ടോ ആ ടൈം ആയപ്പോഴത്തേക്കും. കാരണം ഇടയ്ക്കത്തെ വീഡിയോസ് എല്ലാം കട്ടായല്ലോ. എന്നാലും ഞാനും ഈനുക്കുട്ടനും ആമിക്കുട്ടിയും വിട്ടുകൊടുക്കുവോ? മടുത്ത് ഞാൻ ഡെഡാണ് ലിറ്ററലി. പക്ഷെ പിള്ളേരുടെ എനർജി കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നമ്മളെ തന്നെ അങ്ങ് വിട്ടുകൊടുക്കാനായിട്ട് ഒട്ടും മനസ്സ് വരത്തില്ലാന്നേ. അന്നേരം ഒന്നും നോക്കിയില്ല, ചാട്ടവും മറിച്ചിലും ഒച്ചവെപ്പും ബഹളവും ആയിട്ട് ഞങ്ങൾ അങ്ങ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഗൈസ്. നിങ്ങളപ്പോൾ കുറച്ച് ഷോർട്സ് ഒന്ന് കണ്ടേച്ചും വന്നേ. അപ്പോഴത്തേക്ക് ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഓടിപ്പോയിട്ട് ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ് ഞങ്ങൾ അപ്പട്ടക്കെട്ടെന്ന് തകർത്തു യു ഗൈസ്. തകർപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എക്സ്ട്രീം പകർപ്പായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പം ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞാനും ആമിക്കുട്ടി ഈനുകൂട്ടനും കൂടെ അവിടെ നിന്ന് ഇറങ്ങി അടുത്തത് എവിടെ കയറാമെന്നുള്ള രീതിയിൽ പോവുകയാണ്. അപ്പോൾ അടുത്തത് ഞങ്ങൾ പോയത് എനിക്ക് തോന്നുന്നു ലെറ്റ്സി ബാർബിയുടെ സ്റ്റോളിലോട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഐ വാസ് റൈറ്റ്, ഞങ്ങൾ ബാർബിയുടെ സ്റ്റോളിലോട്ട് പോയി. അത് ഈനുകൂട്ടനും ആമിക്കുട്ടിയാണ് ബാർബിയുടെ ബൈക്കിൽ സ്കൂട്ടിയിൽ ഇരിക്കുന്നത്. യു കനോട്ട് ബിലീവ്, ലൈക്ക് നമ്മൾ ആ ഒരു ബാർബി സെറ്റിലോട്ട് നോക്കത്തില്ലേ നമ്മളൊരു മൂവി ഷൂട്ട് ചെയ്യാൻ പോകുമ്പം, എക്സാക്ട്ലി അത് തന്നെയാണ് അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈനുന ബൈക്ക് ഒന്ന് ഓടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ഗൈസ്, പക്ഷെ അവരത് സമ്മതിക്കത്തില്ലല്ലോ. അപ്പൊ അവൻ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചൊക്കെ ഒന്ന് നോക്കി എങ്ങാനും വർക്ക് ചെയ്യട്ടെന്നുള്ളൊരു കോൺസെപ്റ്റിൽ. പിന്നെ സാറിന് അത് വർക്ക് ചെയ്യത്തില്ലെന്ന് മനസ്സിലായപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചൊക്കെ ഒന്ന് നോക്കാൻ തുടങ്ങി. ബട്ട് ഹി വാസ് സൂപ്പർ എക്സൈറ്റഡ്. എൻ്റെ ക്യൂട്ട് ലിറ്റിൽ ആമി ബാർബീനെ കണ്ടോ ഗൈസ്? ആ ഫ്ലോറൽ ഡ്രസ്സും അവളുടെ ആ ഒരു സ്കൂട്ടിയിൽ ഇരിക്കുന്നത് എല്ലാം ആ ഒരു തീമിലോട് കംപ്ലീറ്റ്ലി മാച്ചായി പോകുന്ന കോസ്റ്റ്യൂം ആയിരുന്നു. ക്യൂട്ട് ലിറ്റിൽ ബാർബി ഓൺ ദ ഫ്ലോർ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും പിള്ളേരുടെയും ഞങ്ങളുടെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആ മറ്റേ ഗൂഗിൾ ഡെസ്റ്റിനേഷൻ മാപ്പ് കാണിക്കുന്ന സാധനമില്ലേ, അവിടെയൊക്കെ പോയി കുറേ ഫോട്ടോ എടുത്തു. ഇത് ഞാനാണ് ഗൈസ്. നമ്മൾ കെന്നിൻ്റെയും ബാർബിനെയും എത്ര പ്രാവശ്യം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാർബീസ് ആൻഡ് കെന്നിനെ നമ്മൾ കാണത്തില്ലായിരുന്നോ? എത്ര പ്രാവശ്യം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് അടുത്ത ഒരു എപ്പിസോഡ് വരാൻ വേണ്ടിയിട്ട്. ലിറ്ററലി പറയുവാണെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ട് എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ഒരു ബാർബി ഫീൽഡിലോട്ട് പോകും ഗൈസ്. ആ ഒരു പഴയ ആ ഓൾഡ് നൊസ്റ്റാൾജിയ അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. യു നീഡ് ടു ഗോ ദ ഫിസിക്കലി ആൻഡ് ലൈക്ക് എക്സ്പീരിയൻസ് ആ ഓരോ മൊമെൻറ്റ്സ്. സോ നിങ്ങളിതെല്ലാം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിട്ട് വരൂ കേട്ടോ. And this part of this place, oh my god you guys, ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ ഡയറക്റ്റ്ലി അങ്ങോട്ട് പോയിട്ട് കണ്ടിട്ട് വായോ. ഇനി നിങ്ങൾക്ക് പറയാമോ ഇത് പിള്ളേർക്ക് വേണ്ടി മാത്രമുള്ള സ്ഥലമാണ്? ആൻഡ് യു നോ വാട്ട്, എന്നോട് കുറേ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് ചോദിച്ചു ഇതിൽ ഓരോ ഗെയിംസിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യണമെന്ന്. വേണ്ട ഗൈസ്, ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങൾ എടുക്കണ നമ്മുടെ എൻട്രൻസ് ടിക്കറ്റിൽ അതിൽ ഇൻക്ലൂഡഡ് എല്ലാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നടന്നു പോയത് ഒരു ഫാം ഹൗസിലോട്ടാണേ. അപ്പൊ ആ ഫാം ഹൗസ് ഒന്ന് കണ്ടിട്ട് വരും. അടിപൊളിയായിരുന്നു. അവിടെ ഈ നമ്മുടെ സ്ലൈഡ് ഉണ്ട്, കുറച്ച് ആനിമൽസ്, ഷീപ്പിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, കുറച്ച് ടോയ് ഗെയിംസും കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ സ്ലൈഡ്സിലും പിന്നെ ഇവിടെ ആദ്യ പെയിന്റിങ്സും പിന്നെ ഫേസ് പെയിന്റിങ് ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഷോണിന്റെ ഫാം ഹൗസ് നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. അടിപൊളി എക്സ്പീരിയൻസ് ആണ്.
ഷോന്റെ ഫാമിൽ നിന്ന് നമ്മൾ പിന്നെ പോയത് ഈ ഹൊറർ അട്രാക്ഷൻസിലോട്ടാണ്. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പെർ ഇൻഡിവിജ്വൽ അതായത് പെർ അഡൾട്ട് നമുക്ക് 30 റിയാൽസ് എക്സ്ട്രാ കൊടുത്താൽ മാത്രമേ ഇതിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ അകത്ത് 3 ഗെയിംസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ നമ്മൾ മേജർ ആയിട്ട് വിസിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ. ഇനി നമ്മൾ അവിടുത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റോൾസും അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണം. ഇതെനിക്ക് തോന്നുന്നു ടാംപൊലീനയുടെ ഒരു ബി മറ്റേ എന്തോ ഒരു മിഷൻ ഉണ്ടല്ലോ, ഞാൻ പണ്ട് എവിടെയോ കണ്ടു മറന്ന പോലെ ഒരു ഓർമ്മ. അതാണെന്നാണ് എന്റെ വിചാരം. പിന്നെ ബ്ലൂയി ആർക്കാണ് അറിയാത്തത്? ബ്ലൂയിയുടെ ഹൗസ് ആണത്. പിന്നെ ഇപ്പുറത്ത് അവരൊരു ചെറിയ ഒരു പൊക്കോയോടെ ഒരു സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കൊറേ ഫുഡ് സ്റ്റോൾ ഉണ്ട്. നിൽക്കുന്ന 2 കിളികളെ കണ്ടോ ഗൈസ്? അവരവിടെ വീട്ടിലൊന്നും വർത്താനം പറയാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ടോയ് ഫെസ്റ്റിവലിന്റെ നടുക്ക് വന്ന് സംസാരിക്കുന്ന കണ്ടോ ഗൈസ്? ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അത്രേ ഉള്ളൂ ഗൈസ്. പിള്ളേര് അത്ര എൻജോയ് ചെയ്തു. പിന്നെ ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ എക്സിറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഭയങ്കര ക്രൂക്കഡ് ആയിട്ടാണ്. നമ്മുടെ ടോയ് ഷോപ്പിന്റെ നടുക്ക് കൂടെ തന്നെയാണ് എക്സിറ്റ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം പോരുന്ന വഴിക്ക് പിള്ളേർ എന്താണേലും അടി ഉണ്ടാക്കി 1-2 ടോയ്സ് മേടിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ഭയങ്കര രസമായിരുന്നു. നിങ്ങൾ എന്താണേലും നിങ്ങളുടെ കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും പോയി എൻജോയ് ചെയ്യാനായിട്ട് നോക്കണം. സ്കൂൾ ടൈമിങ്ങിലൊക്കെ സത്യം പറഞ്ഞ ഓർമ്മ വന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ. ഈവൻ സ്കൂളിലാണെങ്കിലും ഊട്ടി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണെങ്കിലും നമ്മള് ഈ വീക്കെൻഡ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ആ ഊട്ടിയിലേക്ക് പോയി കിടന്ന് കളിച്ചതൊക്കെ ഓർമ്മ വരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ടു മൈ ചാനൽ. അപ്പൊ നിങ്ങളുടെ ഓരോ ലൈക്സും ഷെയറും സബ്സ്ക്രൈബും ഓരോ മോട്ടിവേഷൻ ആണ് എന്റെ അടുത്ത വീഡിയോ എടുക്കാനായിട്ടുള്ളത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ, ബൈ.